ഈ വീഡിയോയിൽ നമ്മൾ 2 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് എർത്തിങ് എന്താണെന്ന് നോക്കാം. എർത്തിങ്ങിനെ നമ്മൾ ഗ്രൗണ്ടിങ് എന്നും പറയാറുണ്ട്. എല്ലാ ഇലക്ട്രിക്കൽ അപ്ലയൻസസിൻ്റെയും മെറ്റൽ പാർട്സിനെ ഒരു എർത്ത് വയർ ഉപയോഗിച്ച് എർത്തിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഫോൾട്ട് അല്ലെങ്കിൽ ലീക്കേജ് സംഭവിക്കുമ്പോൾ ഇലക്ട്രിക് കറണ്ടിനെ ഇമ്മീഡിയറ്റ് ആയിട്ടും സേഫായിട്ടും ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എർത്തിങ് അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. സർക്യൂട്ടിലൊരു ഫോൾട്ട് സംഭവിച്ചാൽ ഈ കറണ്ട് ഉണ്ടല്ലോ, കറണ്ട് ഡയറക്റ്റ്ലി എർത്തിലോട്ട് റിട്ടേൺ ചെയ്യും, ആ സർക്യൂട്ടിൻ്റെ സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പവർ നെറ്റ്വർക്ക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ എർത്തിങ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു പാർട്ട്, നെറ്റ്വർക്കിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൻ്റെ വോൾട്ടേജിനെ ഒരു പ്രീ ഡിറ്റർമിൻ റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പവർ നെറ്റ്വർക്കിൽ എർത്തിങ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സിസ്റ്റം യൂഷ്വലി പ്രൊട്ടക്റ്റീവ് ഡിവൈസസിനെ ക്വിക്കായിട്ടും ഇഫക്റ്റീവായിട്ടും ഓപ്പറേറ്റ് ചെയ്യാൻ സഹായിക്കും. ഇനി ഈ എർത്തിങ് എന്ന് പറയുന്നത് എക്സ്പോസ്ഡ് കണ്ടക്റ്റീവ് പാർട്സ് ഉണ്ടല്ലോ നമ്മളെ ഇൻസ്റ്റലേഷൻസിൻ്റെയൊക്കെ, അതിനെ മെയിൻ പ്രൊട്ടക്റ്റീവ് എർത്തിങ് ടെർമിനലുമായിട്ട് കണക്റ്റ് ചെയ്യുന്നതിനെയാണ് എർത്തിങ് എന്ന് പറയുന്നത്. എർത്തിൻ്റെ കണ്ടക്ടിവിറ്റി പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മെയിൻലി എർത്തിൻ്റെ കണ്ടക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് സോയിലിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റിനെയും അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷനെയും ആണ്. സോ എർത്തിൻ്റെ കണ്ടക്ടിവിറ്റി സോയിലിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റിനെയും കെമിക്കൽ കോമ്പോസിഷനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എർത്ത് ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യുന്നതിന് മുൻപ് സോയിലിനെ ഹൈലി കണ്ടക്റ്റീവ് ആക്കണം. അതിനായിട്ട് ചില ഏജൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യും. ആ ഏജൻറ്റ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ കോമൺ സോൾട്ട്, കാൽഷ്യം ക്ലോറൈഡ്, സോഡിയം കാർബണേറ്റ്, ഇതുപോലത്തെ എലിമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഏജൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യും. എന്തിനാണ്? സോയിലിൻ്റെ കണ്ടക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പല മെത്തേഡ്സ് ഓഫ് എർത്തിങ് ഉണ്ട്. ഓക്കെ, പല മെത്തേഡ്സ് ഓഫ് എർത്തിങ് ഉണ്ട്. അപ്പം പ്ലേറ്റ് എർത്തിങ്, പൈപ്പ് എർത്തിങ്, റോഡ് എർത്തിങ്, ഇത് മൂന്നുമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എർത്തിങ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത്. ഇനി ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ 90 എന്ന് പറയുന്നത് എർത്തിങ്ങിനെ കുറിച്ചാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാ മെറ്റൽ സപ്പോർട്ട്സും മെറ്റൽ ഫിറ്റിങ്സും എപ്പോഴും പെർമനൻ്റായിട്ടും ഇഫിഷ്യൻ്റായിട്ടും എർത്ത് ചെയ്യണമെന്നാണ് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ 90 പറയുന്നത്. സ്റ്റേ വയറുണ്ടല്ലോ, സ്റ്റേ വയറും നമ്മൾ എഫിഷ്യൻ്റായിട്ട് എർത്ത് ചെയ്യണം. പിന്നെ അതിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസുലേറ്റർ എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി അറ്റ് എ ഹൈറ്റ് നോട്ട് ലെസ് ദാൻ 3 മീറ്റർ ഫ്രം ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിന്ന് 3 മീറ്റർ ആ ഒരു ഹൈറ്റിലേക്കായിരിക്കും പ്രൊവൈഡ് ചെയ്യേണ്ടത്. നോട്ട് ലെസ് ദാൻ 3 മീറ്റർ ആയിരിക്കണം ഇൻസുലേറ്റർ ഗ്രൗണ്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യേണ്ട ആ ഒരു ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾസ് അനുസരിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനിലുള്ള ലീക്കേജ് കറണ്ട് ഒരിക്കലും 1/5000 പാർട്ട് ഓഫ് മാക്സിമം കറണ്ടിനെ എക്സീഡ് ചെയ്യാൻ പാടില്ല. അപ്പം ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ അനുസരിച്ച് ലീക്കേജ് കറണ്ട് ഇൻ ആൻ ഇൻസ്റ്റലേഷൻ ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 1/5000 പാർട്ട് ഓഫ് മാക്സിമം കറണ്ട് ദാറ്റ് ഇസ് അപ്ലൈ ടു ദ ഇൻസ്റ്റലേഷൻ. ഇനി എർത്തിങ്ങിനുള്ള IS കോഡ് എന്ന് പറയുന്നത് IS 3043 ആണ്. IS 3043 ആണ് എർത്തിങ്ങിനായിട്ട് ഉള്ള IS കോഡ്. ഇനി നമുക്ക് എർത്തിങ് മെത്തേഡ്സ്, പല ടൈപ്പ് ഓഫ് എർത്തിങ് മെത്തേഡ്സ് നോക്കാം. പ്ലേറ്റ് എർത്തിങ്, പൈപ്പ് എർത്തിങ്, റോഡ് എർത്തിങ്, ഇത് മൂന്നുമാണ് ഡിഫറെൻറ്റ് എർത്തിങ് മെത്തേഡ്സ്. 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം പ്ലേറ്റ് എർത്തിങ്. എർത്ത് കണക്ഷൻ കോപ്പർ പ്ലേറ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നുവെങ്കിൽ അതിനെ
പ്ലേറ്റ് എർത്തിങ് എന്ന് പറയും. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ കോപ്പർ പ്ലേറ്റാണ് യൂസ് ചെയ്യുന്നത്. ആ കോപ്പർ പ്ലേറ്റിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ by 60 സെൻറ്റിമീറ്റർ by 3.15 മില്ലിമീറ്റർ. അതാണ് കോപ്പർ പ്ലേറ്റിൻ്റെ ഡയമെൻഷൻ. അല്ലാന്നുണ്ടെങ്കിൽ GI പൈപ്പായിരിക്കും യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഡയമെൻഷൻ ഇവിടെ തന്നിട്ടുണ്ട്, 60 സെൻറ്റിമീറ്റർ by 60 സെൻറ്റിമീറ്റർ by 6.35 മില്ലിമീറ്റർ. കോപ്പർ പ്ലേറ്റ് ആണെങ്കിൽ 60 by 60 by 3.15 മില്ലിമീറ്ററും, GI പൈപ്പ് ആണെങ്കിൽ 60 സെൻറ്റിമീറ്റർ by 60 സെൻറ്റിമീറ്റർ by 3.5 മില്ലിമീറ്റർ 6.35 മില്ലിമീറ്ററുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ എർത്തിങ്ങിനായിട്ടുള്ള പ്ലേറ്റ് ഉണ്ടല്ലോ, എപ്പോഴും വെർട്ടിക്കലി ആയിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. വെർട്ടിക്കലി ഗ്രൗണ്ടിലോട്ടായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 3 മീറ്റർ ആയിരിക്കണം. ഇനി ഈ പ്ലേറ്റ് എപ്പോഴും കോക്ക് ആൻഡ് സോൾട്ട്, ഈ ഒരു മിക്സ്ചർ ഓൾട്ടർനേറ്റ് ലേയേഴ്സായിട്ട് ഈ പ്ലേറ്റിന് ചുറ്റും പ്രൊവൈഡ് ചെയ്തിരിക്കും. ഇനി അതിൻ്റെ മിനിമം തിക്നെസ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, എർത്ത് വയർ GI പൈപ്പ് വഴിയായിരിക്കും എടുക്കുന്നത്. ഇത് പ്ലേറ്റിലോട്ട് ഫേമായിട്ട് ബോൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഈ GI വയർ ഉണ്ടല്ലോ, GI വയറായിരിക്കും ഫോൾട്ട് കറണ്ടിനെ ക്യാരി ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. കാസ്റ്റ് അയൺ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ ഫ്രെയിം വാട്ടറിംഗ് അറേഞ്ച്മെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. അതിലൊരു ഫണൽ ഉണ്ടായിരിക്കും. ഫണൽ വിത്ത് എ മെഷ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ ഈ ഫിഗറിലുണ്ട് ഫണൽ വിത്ത് എ മെഷ് ഉണ്ടായിരിക്കും. ഇനി എർത്ത് ഇലക്ട്രോഡിൻ്റെ റെസിസ്റ്റൻസ് ഇറ്റ് മസ്റ്റ് നോട്ട് ബി മോർ ദാൻ 3 ohms. 3 ohmsനേക്കാളും കൂടാൻ പാടില്ല. പക്ഷേ റോക്കി സോയിലാണെങ്കിൽ നമുക്ക് ആ റെസിസ്റ്റൻസ് അപ് ടു 8 ohms വരെ ഉണ്ടായിരിക്കാം. ഓക്കെ, ഇനി ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ടൈപ്പ് ഓഫ് എർത്തിങ്ങിൻ്റെ പ്ലേറ്റ് എർത്തിങ്ങിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് പറഞ്ഞാൽ, എർത്ത് വയറിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ, അത് നമുക്ക് ഫിസിക്കലി ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ എർത്ത് പ്ലേറ്റും നമുക്ക് ഫിസിക്കലി ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എർത്ത് വയറും അതുമാത്രമല്ല പ്ലേറ്റ് എർത്തിൻ്റെ ബിലോ ആയിരിക്കും. സോ അതിന് നമുക്ക് പ്രാക്ടിക്കലി വ്യൂ ചെയ്യാൻ പറ്റില്ല. അടുത്ത ടൈപ്പ് ഓഫ് എർത്തിങ് പൈപ്പ് എർത്തിങ് ആണ്. ഇവിടെ നമ്മളൊരു GI പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഡയമെൻഷൻ 38 മില്ലിമീറ്റർ ഡയമീറ്ററും 2 മീറ്റർ ലെങ്തുമാണ്. ഇത് ഗ്രൗണ്ടിലോട്ട് വേർട്ടിക്കലി ആയിരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പൈപ്പിൻ്റെ ഡെപ്ത് സോയിൽ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, പൈപ്പിൻ്റെ ഡെപ്ത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സോയിൽ കണ്ടീഷൻ. എർത്ത് വയർ ഈ പൈപ്പിൻ്റെ ടോപ്പ് സെക്ഷനിലായിരിക്കും കാണുന്നത്. അതിനെ നമ്മൾ ബോൾട്ട് യൂസ് ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെയും സോൾട്ട് കോൾ മിക്സ്ചർ ആ പിറ്റ് ഏരിയയിൽ നമ്മൾ ഫില്ല് ചെയ്തിരിക്കും. അതായത് GI പൈപ്പ്സ് കാണപ്പെടുന്ന ആ ഒരു പിറ്റ് ഏരിയയുടെ ചുറ്റും സോൾട്ട് ആൻഡ് കോളിൻ്റെ മിക്സ്ചർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇത് എന്തിനാണ്? സോയിലിൻ്റെ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യാനും എർത്തിങ് സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മിക്സ്ചർ പിറ്റ് ഏരിയയ്ക്ക് ചുറ്റും ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ഇനി എർത്ത് വയർ GI പൈപ്പിലോട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിലായിരിക്കും. പ്ലേറ്റ് എർത്തിങ്ങിൽ ഗ്രൗണ്ട് ലെവലിന് താഴെയായിരിക്കും. പക്ഷേ ഇവിടെ എർത്ത് വയർ ഗ്രൗണ്ട് ലെവലിന് മുകളിലായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഫിസിക്കലി നമുക്കതിനെ ഇൻസ്പെക്റ്റ് ചെയ്യാൻ പറ്റും. സമയാസമയത്തിന് നമുക്ക് ഫിസിക്കലി ഇൻസ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ ടൈപ്പ് ഓഫ് എർത്തിങ്ങിന് ഹെവിയർ ലീക്കേജ് കറണ്ടിനെ ക്യാരി ചെയ്യാനുള്ള അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പ്ലേറ്റ് എർത്തിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ പൈപ്പ് എർത്തിങ്ങിന് ഹെവിയർ ലീക്കേജ് കറണ്ടിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ എർത്ത് വയർ കണക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. എർത്ത് വയർ കണക്ഷൻ വിത്ത് GI പൈപ്പ് ഗ്രൗണ്ട് ലെവലിന് മുകളിലായിരിക്കും. നമുക്കതിനെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ഉപയോഗിച്ച് പീരിയോഡിക്കലി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ടൈപ്പ് ഓഫ് എർത്തിങ് എന്ന് പറയുന്നത് റോഡ് എർത്തിങ് ആണ്. ഈ സിസ്റ്റത്തിൽ സിങ്ക് അല്ലെങ്കിൽ കോപ്പർ വയർ ആയിരിക്കും ഗ്രൗണ്ടിൽ വേർട്ടിക്കലായിട്ട് പ്ലേസ് ചെയ്യുന്നത്. 12.5 millimeter diameter solid copper rod, 16 millimeter diameter solid galvanized iron or steel rod അല്ലെങ്കിൽ
25 മില്ലിമീറ്റർ GI പൈപ്പ്, അതിൻ്റെ ലെങ്ത് 2.5 മീറ്ററിൽ കുറയാൻ പാടില്ല. ഇതായിരിക്കും നമ്മൾ എർത്തിലോട്ട് കണക്ട് ചെയ്യുന്നത്. ഇത് സാൻഡി ഏരിയാസിലായിരിക്കും കൂടുതലായിട്ട് സ്യൂട്ടബിൾ ആവുന്നത്. അതുമാത്രമല്ല ഈ റോഡ് എർത്തിങ് വളരെ ചീപ്പുമാണ്. ഇനി നമുക്ക് എർത്ത് റെസിസ്റ്റൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്ലേറ്റ് ഏരിയ ഇൻക്രീസ് ചെയ്യാം, ഇൻക്രീസ് ഇൻ പ്ലേറ്റ് ഏരിയ. എർത്ത് റെസിസ്റ്റൻസിനെ നമുക്ക് ലാർജ് സൈസ് കോപ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് എർത്ത് റെസിസ്റ്റൻസിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ലാർജ് സൈസ് പ്ലേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ കൂടുതലായിരിക്കും, ഏരിയ ഇൻ കോണ്ടാക്ട് വിത്ത് ദ എർത്ത് കൂടുതലായിരിക്കും. സോ അത് എർത്ത് റെസിസ്റ്റൻസിനെ ഡിക്രീസ് ചെയ്യും. ഓക്കെ, അടുത്തത് ഡെപ്ത് ഓഫ് ദ പ്ലേറ്റ് ആണ്. എർത്ത് റെസിസ്റ്റൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ പ്ലേറ്റിന് എർത്തിൻ്റെ ഡീപ്പിലോട്ട് നമ്മൾ ബറി ചെയ്യുവാണെങ്കിൽ നമുക്ക് എർത്ത് റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത സോൾഡറിങ് നട്ട്സ് ആൻഡ് ബോൾട്ട്സ്. ഈ മെത്തേഡും എർത്ത് റെസിസ്റ്റൻസിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? നട്ടും ബോൾട്ടും നമ്മൾ ജസ്റ്റ് സോൾഡർ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ, സിമ്പിളായിട്ട് നമ്മൾ സ്ക്രൂ ചെയ്യുന്നതിനേക്കാളും നട്ടും ബോൾട്ടും നമ്മൾ സോൾഡർ ചെയ്യുവാണെങ്കിൽ എർത്ത് റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് ബൈ യൂസിങ് പൗഡർ, ചാർക്കോൾ ആൻഡ് സോൾട്ട്. നമ്മൾ സോൾട്ട് ആൻഡ് ചാർക്കോൾ പൗഡറിനെ നമ്മളൊരു റേഷ്യോ 1:5 എന്ന് പറയുന്ന റേഷ്യോയിൽ മിക്സ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ പ്ലേറ്റിൻ്റെ കോണ്ടാക്റ്റ് ഏരിയ റെഡ്യൂസ് ചെയ്യും. സോ ഇത് കാരണം ഇലക്ട്രോഡിന് ചുറ്റും ഒരു മോയ്സ്ചർ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ എർത്ത് റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇൻസ്റ്റലേഷൻ ഓഫ് പാരലൽ ഇലക്ട്രോഡ്. ഈ പാരലൽ ഇലക്ട്രോഡ് യൂസ് ചെയ്ത് നമുക്ക് എർത്ത് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ബൈ പോറിങ് വാട്ടർ. മോയ്സ്ചർ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്ടർ പോർ ചെയ്യാം. അതായത് 3 to 4 ബക്കറ്റ്സ് ഓഫ് വാട്ടർ മിക്സ്ഡ് വിത്ത് സോൾട്ട് നമുക്ക് ഒരു സ്പെഷ്യൽ ഫണൽ യൂസ് ചെയ്ത് കുറച്ച് ദിവസത്തേക്ക് നമുക്കിങ്ങനെ പോർ ചെയ്യുവാണെങ്കിൽ സോയിൽ, ഈ ഇലക്ട്രോഡിന് ചുറ്റുമുള്ള സോയിൽ മോയിസ്റ്റായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി ഇതിനെ ബേസ് ചെയ്ത് മുൻപ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. എർത്തിങ് ഇൻ കൺസ്യൂമർ പ്രെമിസസ് ഈസ് നെസസറി ടു ഗിവ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ്. എന്തിനാണ് നമ്മൾ എർത്തിങ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഷോക്ക് കാരണം ഉണ്ടാകുന്ന ഡേഞ്ചേഴ്സ് പ്രിവെൻറ്റ് ചെയ്യാനാണ് കൺസ്യൂമർ പ്രെമിസസിൽ എർത്തിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻസ്: ഓവർലോഡിങ്, ഡേഞ്ചർ ഓഫ് ഇലക്ട്രിക് ഷോക്ക്, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ, ഹൈ ടെമ്പറേച്ചർ ഓഫ് കണ്ടക്ടേഴ്സ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇലക്ട്രിക് ഷോക്ക് കൊണ്ടുണ്ടാകുന്ന ഡേഞ്ചർ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എർത്തിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനൊരു പ്രൊട്ടക്ഷനായിട്ടാണ് എർത്തിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഷോക്കിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് എർത്തിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് എർത്തിങ് ഇലക്ട്രോഡ് ഈസ് യൂഷ്വലി മെയ്ഡ് ഓഫ്. എർത്തിങ് ഇലക്ട്രോഡ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? PVC പൈപ്പ്, കാർബൺ പ്ലേറ്റ്, ഗ്ലാസ് റോഡ്, മെറ്റൽ പ്ലേറ്റ്. നമ്മളത് തിയറി പോർഷൻസ് നോക്കിയപ്പം അതിലുണ്ടായിരുന്നു. എർത്ത് ഇലക്ട്രോഡ് യൂഷ്വലി മെറ്റൽ പ്ലേറ്റ് ഉപയോഗിച്ചായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. PVC പൈപ്പല്ല, കാർബൺ പ്ലേറ്റും ഗ്ലാസ് റോഡുമല്ല, മെറ്റൽ പ്ലേറ്റ് ഉപയോഗിച്ചായിരിക്കും എർത്തിങ് ഇലക്ട്രോഡ് ഡിസൈൻ ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ്, സൈസ് ഓഫ് ദ പ്ലേറ്റ് യൂസ്ഡ് ഫോർ എർത്തിങ് ഇലക്ട്രോഡ്. എർത്തിങ് ഇലക്ട്രോഡിൻ്റെ പ്ലേറ്റിൻ്റെ സൈസാണ് ചോദിച്ചേക്കുന്നത്. 60 സെൻറ്റിമീറ്റർ ബൈ 60 സെൻറ്റിമീറ്റർ, 50 by 50, 45 by 45 ആൻഡ് 40 by 40. സോ എർത്തിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡിൻ്റെ പ്ലേറ്റിൻ്റെ സൈസ് 60 by 60 സെൻറ്റിമീറ്റർ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. Next, for pipe earthing, the minimum internal diameter of galvanized iron or steel pipe required. Pipe earthing in internal diameter of galvanized iron or steel pipe എത്രയാണെന്നാണ് question. 12.5 millimeter, 16 millimeter, 18 millimeter, 38 millimeter. 38 millimeter ആണ് ആൻസർ. ഓപ്ഷൻ ഡി. ഓക്കെ, പൈപ്പ് എർത്തിങ്ങിന് ഇൻറ്റേർണൽ ഡയമീറ്റർ ഓഫ് ഗാൽവനൈസ്ഡ് അയൺ അല്ലെങ്കിൽ സ്റ്റീൽ പൈപ്പ്, നമ്മൾ യൂസ് ചെയ്യുന്ന അയൺ അല്ലെങ്കിൽ GI അല്ലെങ്കിൽ സ്റ്റീൽ പൈപ്പിൻ്റെ മിനിമം ഇൻറ്റേർണൽ ഡയമീറ്റർ 38 millimeter ആണ്.
Next, according to Indian electricity rules, the leakage current in an installation should not exceed 1/dash part of maximum current supplied to the installation. അപ്പോൾ 1/5000 പാർട്ടാണ്. 1/5000 പാർട്ട്, അതിന് മുകളിൽ എക്സീഡ് ആവാൻ പാടില്ല. Okay, so according to Indian electricity rules, the leakage current in an installation, it should never exceed 1/5000 part of maximum current supplied to the installation. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ്, IS കോഡ് ഫോർ എർത്തിങ്. IS കോഡ് ഫോർ എർത്തിങ് ഏതാണ്? IS 3043 ആണ് IS കോഡ് ഫോർ എർത്തിങ്. എർത്തിങ്ങിനായിട്ടുള്ള IS കോഡ് ഓപ്ഷൻ സി ആണ്, IS 3043. Next, which of the following place is used for plate electrode earthing? പ്ലേറ്റ് ഇലക്ട്രോഡ് എർത്തിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന പ്ലേസ് ഏത് പ്ലേസ് ആണ് പ്ലേറ്റ് ഇലക്ട്രോഡ് എർത്തിങ്ങിന് യൂസ് ചെയ്യുന്നു എന്നാണ്. ബിൽഡിംഗ്, ജനറേറ്റിംഗ് സ്റ്റേഷൻ, കമ്പ്യൂട്ടർ റൂം, ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. സോ വിച്ച് പ്ലേസ് ഈസ് യൂസ്ഡ് ഫോർ പ്ലേറ്റ് ഇലക്ട്രോഡ് എർത്തിങ്? പ്ലേറ്റ് ഇലക്ട്രോഡ് എർത്തിങ്ങിന് യൂസ് ചെയ്യുന്ന പ്ലേസ് എന്ന് പറയുന്നത് ജനറേറ്റിംഗ് സ്റ്റേഷനാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ജനറേറ്റിംഗ് സ്റ്റേഷനാണ് ആൻസർ. നെക്സ്റ്റ്, എർത്തിങ് ഈസ് ഡൺ ഫോർ പ്രൊവൈഡിങ് എ പാത്ത് ഫോർ ഡാഷ് ടു ഗ്രൗണ്ട്. എർത്തിങ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ലീക്കേജ് കറണ്ടിനെ ഗ്രൗണ്ടിലോട്ട് പാസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എർത്തിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എർത്തിങ് ഈസ് ഡൺ ഫോർ പ്രൊവൈഡിങ് എ പാത്ത് ഫോർ ലീക്കേജ് കറണ്ട് ടു ഗ്രൗണ്ട്. ലീക്കേജ് കറണ്ട് ടു ഗ്രൗണ്ട്. അപ്പം ഹൈ വോൾട്ടേജ് അല്ല, ഓവർ കറണ്ട് അല്ല, സർക്യൂട്ട് കറണ്ട് അല്ല, ലീക്കേജ് കറണ്ടിനെ ഗ്രൗണ്ടിലോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എർത്തിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, in earthing, which of the following is used as an earth electrode? എർത്ത് ഇലക്ട്രോഡ് ആയിട്ട് ഏതാണ് തന്നിരിക്കുന്നതിൽ ഏതാണ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്? മെറ്റൽ പൈപ്പ്, പോർസിലിൻ ഡിസ്ക്, എഗ് ഇൻസുലേറ്റർ, ക്രോസോം. ഈ പോർസിലിൻ ഡിസ്ക്, എഗ് ഇൻസുലേറ്റർ, ക്രോസോം ഒക്കെ നമ്മൾ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ ലൈൻസിലൊക്കെയാണ് യൂഷ്വലി ട്രാൻസ്മിഷൻ ലൈൻസ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻസിലൊക്കെയാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി, സി, ഡി നമ്മൾ പോൾസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ മെറ്റൽ പൈപ്പാണ് എർത്തിങ്ങിനായിട്ട് എർത്ത് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഫോർ പ്ലേറ്റ് എർത്തിങ്, സൈസ് ഓഫ് കോപ്പർ പ്ലേറ്റ്. ഇത് നമ്മൾ മുന്നേ നോക്കിയതായിരുന്നു. കോപ്പർ പ്ലേറ്റിൻ്റെ സൈസ് എന്തായിരിക്കണം? 60/60/3.15 മില്ലിമീറ്റർ. ഓക്കെ, 60 സെൻറ്റിമീറ്റർ ബൈ 60 സെൻറ്റിമീറ്റർ ബൈ 3.15 മില്ലിമീറ്റർ ആണ് എർത്തിങ് കോപ്പർ പ്ലേറ്റിൻ്റെ സൈസ്. പ്ലേറ്റ് എർത്തിങ്ങിന് വേണ്ടിയിട്ടുള്ള കോപ്പർ പ്ലേറ്റിൻ്റെ സൈസ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് എർത്തിങ്ങിലുള്ളത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഓക്കെ, സോ ഇതിൽ നമ്മൾ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. One is diamagnetic material, the second is paramagnetic material, and the third one is ferromagnetic material. ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തേത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് ഹൂസ് പെർമിയാബിലിറ്റി ഈസ് ലെസ് ദാൻ യൂണിറ്റി. 1നെക്കാളും കുറഞ്ഞ പെർമിയാബിലിറ്റി ഉള്ള മെറ്റീരിയൽസിനെയാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് പെർമിയാബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലെസ് ദാൻ യൂണിറ്റി. ഓക്കെ, ഒരു പവർഫുൾ മാഗ്നറ്റ് ഉപയോഗിച്ചാൽ ഈ മെറ്റീരിയൽസിന് നമുക്ക് സ്ലൈറ്റായിട്ട് റിപ്പൽ ചെയ്യാൻ പറ്റും. ഇനി ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിൾ ബിസ്മത്ത്, സോഡിയം ക്ലോറൈഡ്, ലെഡ്, ഗോൾഡ്, കോപ്പർ, ആൻറ്റിമണി, മെർക്കുറി, ഇതൊക്കെയാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിൾസ്. സ്ട്രോങ്ങസ്റ്റ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ബിസ്മത്താണ്. ബിസ്മത്തിൻ്റെ പെർമിയാബിലിറ്റി 0.99988, അതായത് പെർമിയാബിലിറ്റി ഈസ് ലെസ് ദാൻ 1. അപ്പോൾ സ്ട്രോങ്ങസ്റ്റ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ബിസ്മത്താണ്. നെക്സ്റ്റ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ
പെർമിയാബിലിറ്റി ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആണെങ്കിൽ, ഏത് മെറ്റീരിയലിൻ്റെ പെർമിയാബിലിറ്റി ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആണെങ്കിൽ അതിനെ നമ്മൾ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയും. ഓക്കെ, ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പെർമിയബിലിറ്റി ലെസ് ദാൻ യൂണിറ്റി, പാരാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പെർമിയബിലിറ്റി ഗ്രേറ്റർ ദാൻ യൂണിറ്റി. ഇനി ഈക്വൽ സ്ട്രെങ്ത് ഉള്ള ഒരു മാഗ്നറ്റ് ഉപയോഗിച്ചാൽ ദിസ് മെറ്റീരിയൽസ് വിൽ ബി സ്ലൈറ്റ്ലി അട്രാക്റ്റഡ്. ഓക്കെ, ഒരു ഈക്വൽ സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റ് ഉപയോഗിച്ചാൽ അത് സ്ലൈറ്റായിട്ട് അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ സ്ലൈറ്റ്ലി റിപ്പൽഡ് ബൈ എ പവർഫുൾ മാഗ്നറ്റ്. ഇവിടെ സ്ലൈറ്റ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ് ഓഫ് ഈക്വൽ സ്ട്രെങ്ത്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ അലുമിനിയം, പ്ലാറ്റിനം, ഓക്സിജൻ, കോപ്പർ സൾഫേറ്റ്, ഫെറിക്ലോറൈഡ് എക്സെട്ര. ഇതൊക്കെയാണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് ടൈപ്പ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. പെർമിയാബിലിറ്റി വെരി മച്ച് ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആണ്. ഓക്കെ, പെർമിയാബിലിറ്റി വെരി മച്ച് ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആണ്. പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന് ഗ്രേറ്റർ ദാൻ യൂണിറ്റി, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന് വെരി മച്ച് ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആണ്. ഈ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റ് ഉപയോഗിച്ചാൽ സ്ട്രോങ് ആയിട്ട് അതിനെ അട്രാക്റ്റ് ചെയ്യും. ദേ ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. വേറസ് paramagnetic material slightly attracted by a magnet of equal strength, diamagnetic material slightly repelled by a powerful magnet. Ferromagnetic materials are strongly attracted by magnet. Examples steel, iron, nickel, cobalt. പിന്നെ ഇതിൻ്റെയൊക്കെ അലോയ്സും ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, അപ്പോൾ 3 types of materials ആണ് നോക്കിയത്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. ഇനി ഇതിനെ ബേസ് ചെയ്ത് മുൻപേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മെറ്റീരിയൽ ദാറ്റ് ഇസ് സ്ലൈറ്റ്ലി റിപ്പൽഡ് ബൈ എ മാഗ്നറ്റ് ഈസ് കോൾഡ് മാഗ്നറ്റിക് മെറ്റീരിയൽ, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്. സോ മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ല, പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി അട്രാക്റ്റഡ് ബൈ ഈക്വൽ സ്ട്രെങ്ത് മാഗ്നറ്റ്. ഫെറോ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് സ്ലൈറ്റ്ലി റിപ്പൽഡ് ബൈ എ മാഗ്നറ്റ്. സോ മെറ്റീരിയൽ ദാറ്റ് ഇസ് സ്ലൈറ്റ്ലി റിപ്പൽഡ് ബൈ എ മാഗ്നറ്റ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. Next question, when the relative permeability of a material is slightly less than 1, it is called diamagnetic, paramagnetic, ferromagnetic, none of the above. So പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 1, പെർമിയാബിലിറ്റി ഗ്രേറ്റർ ദാൻ 1, ഫെറോ ആണെങ്കിൽ വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1, ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് സ്ലൈറ്റ്ലി ലെസ് ദാൻ 1. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. റിലേറ്റീവ് പെർമിയബിലിറ്റി സ്ലൈറ്റ്ലി ലെസ് ദാൻ 1 ആണെങ്കിൽ ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ്, അലുമിനിയം ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. അലുമിനിയം എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നമ്മൾ എക്സാമ്പിൾസ് നേരത്തെ തന്നെ നോക്കിയായിരുന്നു. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് അലുമിനിയം, പ്ലാറ്റിനം, ഓക്സിജൻ, കോപ്പർ സൾഫേറ്റ്, ഫെറിക്ലോറൈഡ്, ഇതൊക്കെയാണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. സോ അലുമിനിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ? എയർ, വാട്ടർ, ഗ്ലാസ്, സൾഫർ. വാട്ടർ, ഗ്ലാസ്, സൾഫർ ഒക്കെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. എയർ എന്ന് പറയുന്നത് എയർ ഈസ് എ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. സോ ഓപ്ഷൻ എ എയർ ആണ് ആൻസർ. Which of the following is a ferromagnetic material? Nickel, copper, aluminium, tungsten. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നിക്കൽ, കോപ്പർ, അലുമിനിയം, ടങ്സ്റ്റൺ. കോപ്പർ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ, അലുമിനിയവും ടങ്സ്റ്റണും പാരാമാഗ്നറ്റിക് മെറ്റീരിയലാണ്. കോപ്പർ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ, അലുമിനിയം ടങ്സ്റ്റൺ പാരാമാഗ്നറ്റിക് മെറ്റീരിയലാണ്. സോ ഒബ്വിയസ്ലി ഓപ്ഷൻ എ നിക്കലാണ് ആൻസർ. നിക്കൽ ഈസ് എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. ഓക്കെ, സ്ട്രോങ്ങസ്റ്റ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. സ്ട്രോങ്ങസ്റ്റ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഏതാണ്? സൾഫർ, ബിസ്മത്ത്, ഗ്ലാസ്, ഗ്രാഫൈറ്റ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ. സ്ട്രോങ്ങസ്റ്റ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ബിസ്മത്ത് ആണ്. ഓക്കെ, സ്ട്രോങ്ങസ്റ്റ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് ഓപ്ഷൻ ബി, ബിസ്മത്ത് ആണ് ആൻസർ. ഓക്കെ.